ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള വാഗ്ദാനമാണ്. മുമ്പും പല വാഗ്ദാനങ്ങളും ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമായിട്ടുണ്ടോ? എത്രയെങ്കിലും കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ ഇതാ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യം മുഴുവൻ ചുറ്റി. ഏത് രാജ്യത്തു നിന്ന് ഏത് പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നത്? അത് എത്ര കോടി രൂപയാണ് അനുവദിച്ചത്? അതേസമയം ഇദ്ദേഹം തൂർത്തടിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു 1000 വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും 10,000 ആൾക്കാർക്ക് തൊഴിൽ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയും തുടച്ചു മാറ്റാമായിരുന്നു. ഇവിടെ ഇപ്പോൾ പുള്ളി പറയണമെന്ന് കേട്ടു, ദാരിദ്ര്യമില്ലാത്ത ജനത്തെ ഉണ്ടാക്കിയെന്ന്. നമ്മൾ 10 വീടെടുത്ത് നോക്കിയാൽ 3 വീടും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതില്ലാന്ന് കണ്ണിൽ കാഴ്ച ഉള്ളവനറിയാം. ചെവിയിൽ കേൾക്കാൻ കഴിയുന്നവനും അത് കേൾക്കാനും കഴിയും. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഇത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അസംബ്ലി പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് വരുന്ന വെറും വാഗ്ദാനങ്ങളായിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു പ്രവേശനം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് ചേട്ടൻ? അല്ല, പുള്ളി പറഞ്ഞ ആ കാര്യം മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ സാധ്യതയുണ്ട്. പള്ളിയുടെയും ഇതിൻ്റെ ഒന്നല്ലല്ലോ കൊടുക്കണത്, പിണറായി അല്ലേ പെൻഷൻ്റെ ഇതാണ് ഇപ്പം കൂട്ടിയത്. ഏറ്റവും ആൾക്കാർക്ക് നല്ലൊരു ഇതാണ്. മക്കളും മരുമക്കളും നോക്കാത്തവർക്ക് ഈ 1600 രൂപ കിട്ടിയിട്ട് ഒന്നിനും തികയണില്ല. മരുന്നിനെല്ലാത്തിനും വില കൂടി, എല്ലാം ഇത് ഇൻസുലിനെല്ലാം, ഷുഗർ ഇല്ലാത്തവരാരുമില്ല. അപ്പോൾ ഈ 1600 ഇപ്പം 2500 ആണ്, ഇപ്പോൾ 2000. അതെങ്കിലും എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അതെങ്കിലും കിട്ടിയാൽ മതി. ഈ പറച്ചിൽ മാത്രം പോരാ. ആ 2000 രൂപ കിട്ടിയാൽ അങ്ങേർക്ക് നല്ലതേ പുണ്യം ഉണ്ടാവുള്ളൂ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാനും ആഗ്രഹിച്ച്, എനിക്കുണ്ട് വിധവ പെൻഷൻ്റെ. പക്ഷേ ഇൻസുലിൻ മേടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് മരുമക്കളുടെ എല്ലാം ഇതായിട്ട് കൊള്ളുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തത് ലോകത്ത് ഏതൊരു അമ്മമാർക്കും നല്ലൊരു ഇതാണ്, സഹായമാണ് അയാൾ ചെയ്യണത്. നന്ദിയുണ്ട് അയാൾക്ക്. നല്ലൊരു മനുഷ്യനാ ഒരു ഇതാണ്. അതാണ് ശരി. അതിപ്പോൾ ഇലക്ഷൻ ടൈമാണ് വേണ്ടി കൊടുക്കുന്നത്. പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ വരാൻ പോയില്ലേ? അതിനു വേണ്ടി തന്നെ. പിന്നെ സംശയം ഉണ്ടായിരുന്നു.